പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്. അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത്. ഇത് 1 കോടി ആയിട്ടല്ല പോയത്. കോഴി ഫാം ഉണ്ട് അവിടെ. ഇതൊക്കെ ഇപ്പൊ BJP-ക്കാർ സമരം. BJP-യുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ട്. BJP-യുടെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഉന്നതാധികാര സമിതി. BJP-യുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതി ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ്, പോക്സോ കേസിൽ പ്രതിയാണ്. എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുക, ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക BJP നേതാക്കന്മാർ. ശരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയില്ല. എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ? അവരെത്ര പേര് രാജിവെച്ചു? ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനമുണ്ട്. കോൺഗ്രസിനൊരു തീരുമാനം, ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. വിട്ടുവീഴ്ചയില്ലാത്ത. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി, ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്. ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ, കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. ഒരു സ്ത്രീക്കെതിരെയും നടത്താൻ പാടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും. അത് തെറ്റാണ്. അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല, കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല. അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കർശനമായ നടപടിയാണെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് അങ്ങനെ അത് പറയണം? എന്തായാലും അതിന്റെ റിസൾട്ട് എന്താ, രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ രാഹുലിന്റെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് വരികയായിരുന്നു. അല്ലല്ല, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനും ഇല്ലേ. ഞാനന്ന് നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കണ്ടേ? ആരാണെങ്കിലും കേൾക്കണ്ടേ? നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്ക് കൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനത്തിൽ. എല്ലാം സൂക്ഷിച്ച ഉപയോഗിച്ചത്, എല്ലാ വാക്കുകൾ. അപ്പോൾ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, നാവനക്കാൻ ഉള്ള അവകാശമില്ല. കാരണം അവർ ഓരോ കേസിൽ ഒന്നല്ലല്ലോ, ഒന്നാണോ? ഞാൻ പറഞ്ഞ മാതിരി കോഴി ഫാമാണ് ഞാൻ. പക്ഷേ പേരൊന്നും പറയാം, ആരുടെയും പേര് പറഞ്ഞ ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കാനില്ല. പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാൽ. നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഈ പരാതി പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കി ഒരു പ്രസ്താവന നടത്തിയ DK ശ്രീകണ്ഠന്റെ പരാമർശത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു. ഒരാൾ ഒരു സ്ലിപ്പ് വരാം, അത് പക്ഷെ കറക്റ്റ് ചെയ്തു, തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ്. അതൊന്നും പറ്റില്ല, അതൊന്നും കോൺഗ്രസ് പറ്റില്ല. കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ പുതിയ പ്രസിഡന്റിനെ ചൊല്ലി വലിയ തർക്കം നടക്കുകയാണ്. അല്ല, അതൊക്കെ നിങ്ങൾ അതിപ്പോ എന്ത് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ ചാനലിൽ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലേ, അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലോ. കുറച്ച് പണി നമുക്ക് കൊടുത്താ. അടുത്ത അസംബ്ലി ഇലക്ഷന്റെ മുഴുവൻ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിച്ചു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു. നമുക്കൊരു ജോലി ഇല്ലാതാക്കല്ലേ. ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു തർക്കവും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. പിന്നെ തർക്കം ഉണ്ടാവണം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം വെച്ചാൽ ഒന്നിലധികം ആളുകൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരാളെ വയ്ക്കാൻ പറ്റുള്ളൂ, ഒരാളെ വയ്ക്കും.